Hi friends, welcome back to another episode of KENZA Techs. My name is RASAL FARHAN. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ എപ്പോഴും വളരെ നല്ല രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല വാൾപേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ലോക്ക് തുറന്നതിന് ശേഷം നമ്മുടെ ഇതിലുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂവായി കളിക്കുകയാണെങ്കിൽ എന്ത് രസമുണ്ടാകും. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, വളരെ ഭംഗിയുണ്ടാകും. നമ്മളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മൂവ് ചെയ്യാനും ഷെയ്ക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിക്കൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് റോളിംഗ് ഐക്കൺ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസിൽ ഇത് ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആപ്പ് ഐക്കൺ, ഫോട്ടോ ഐക്കൺ, ഇമോജി ഐക്കൺ, വാൾപേപ്പർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കിപ്പോൾ വാൾപേപ്പർ സെലക്ട് ചെയ്യുക. ജസ്റ്റ് വാൾപേപ്പർ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ കൊടുക്കുകയാണ്. സെറ്റ് ടു ഹോം സ്ക്രീൻ. ഇവിടെ ഇപ്പോൾ വാൾപേപ്പറാണ് സെറ്റ് ചെയ്ത് വെച്ചത്. ഇവിടെ നമുക്ക് ആപ്പ് ഐക്കൺ, അതായത് ആപ്പ് നമുക്ക് ആവശ്യമുള്ള ആപ്പുകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ മൂവ് ചെയ്യുന്നത് കാണിക്കാൻ സാധിക്കും. അതുപോലെ ഫോട്ടോസ്, ഇമോജികളൊക്കെ ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യുന്നത് കാണിക്കാൻ സാധിക്കും. ഇപ്പോൾ വാൾപേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് സ്ക്രോൾ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മറ്റേ ആപ്ലിക്കേഷൻസൊക്കെ ഓപ്പൺ ചെയ്യാൻ സാധാ പോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഹോം പേജിൽ വെച്ചുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ റോൾ ചെയ്യുന്ന ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഇതിൽ യൂട്യൂബ് എടുക്കുകയാണ്. യൂട്യൂബ് എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നോക്കിക്കൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.